കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി പെരിന്തൽമണ്ണ വരെ പോയി. പക്ഷേ ആ ചായക്ക് കുറച്ച് പ്രത്യേകതകളും കഥകളൊക്കെ പറയാനുണ്ട്. പക്ഷെ അതിന്റെ മുന്നേ എൻ്റെ കണ്ണിൽ പെട്ട ഈ ഒരു ഐറ്റം ഇത് ആദ്യം എനിക്ക് നിങ്ങളെ കാണിക്കണം തോന്നി. ഇതാണ് മലായി ബൺ. ഇത് രണ്ടും എവിടെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്തായാലും ഹലോ ഹായ്, ഐ എം നിഹാൽ. നമ്മളെ കൂട്ടത്തില് എത്ര ആൾക്കാർ മധുഹൂത്ത് കഴിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനിടയിൽ ഞാൻ എന്തൊക്കെയാണ് ഈ പറയണത് എന്നുള്ളത്. ഇവിടെ കിട്ടുന്ന ഈ ചായ ഉണ്ടല്ലോ, ഇത് നമ്മുടെ മധുഹൂത്ത് ഉണ്ടാക്കുന്ന കുക്കറിനെ പോലത്തെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കി സെർവ് ചെയ്യുന്നത്. ഈ ചായന്റെ പേരാണ് ഇറാനി ചായ്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹൈദരാബാദിൽ സ്ഥിരതാമസക്കാരാക്കിയ പേർഷ്യൻ കുടിയേറ്റക്കാർ ഇറാനി കഫേകൾ കമ്മ്യൂണിറ്റികളായിട്ട് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതോടെയാണ് നമ്മുടെ ഇറാനി ചായയുടെ ഉത്ഭവം. മധുഹൂത്ത് ഉണ്ടാക്കുന്ന കുക്കറിനെ പോലെ തോന്നിപ്പിക്കുന്ന ഈ ഒരു പാത്രത്തിലാണ് ഇറാനി ചായ ഇവര് ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക മെത്തേഡും ഉണ്ട്. നമ്മുടെ ചായയും പാലും വേറെ വേറെ തിളപ്പിച്ചിട്ട് പിന്നീട് അത് മിക്സ് ചെയ്യുന്ന ഒരു പ്രത്യേക ബ്രൂവിംഗ് മെത്തേഡ്. 20 രൂപ ചാർജ് ചെയ്യുന്ന ഈ ഒരു കപ്പ് ചായന്റെ കൂടെ നിങ്ങൾക്കൊരു ഒസ്മാനിയ ബിസ്ക്കറ്റും കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും. ഇവിടെ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഐറ്റാണ് ഇവരുടെ ഈ മലായി ബൺ. സോഫ്റ്റ് ബണ്ണിൽ മലായി മുക്കി കഴിക്കാൻ അടിപൊളിയാണ്. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലുള്ള ഷെയർ ആൻഡ് കഫേ. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. ബൈ.